ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തു. അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എന്നിവ ഇട്ടെടുത്തിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു 15 മിനിറ്റ് വെച്ചു. ഇനി നമുക്കൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇത് ഓരോന്നിട്ടുകൊണ്ട് നമ്മൾ ഇതിലിട്ടുകൊണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിന് നമ്മൾ 2 സൈഡും ഇത് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഇത് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അത് ഒന്ന് ഉരുകി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ സവാള ഇട്ടുകൊണ്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് നമ്മൾക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചിരുന്ന അതേ എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കാണി നമുക്ക് ഇതൊന്ന് വേവുന്നത് വരെ വെക്കാം. അങ്ങനെ നമ്മളുടെ ഉള്ളി ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ചതച്ചെടുത്തതാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ തക്കാളി ഇട്ട് കൊടുക്കാം. അതും ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് ഒന്ന് മൂടി വെച്ച് കാണി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കാണാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് പുളിക്ക് ആവശ്യത്തിനായിട്ട് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചപ്പ്, പുതിന, കറിവേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് അരി ഇവിടെ തിളപ്പിച്ച് ഊറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിക്ക് വെള്ളം വെച്ചിരുന്നു. അതിലോട്ട് ഏലക്കായ്, കറാമ്പൂവ്, കറാമ്പട്ട എന്നിവ ഇട്ടിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിരുന്നു. അപ്പോൾ തിളച്ച് വന്നപ്പോൾ അതിലോട്ട് നമുക്ക് അരി ഇട്ടുകൊടുത്തു. ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ സവാള മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചപ്പും പൊതിനയും ചെറുതായിട്ട് കട്ട് ചെയ്തോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് വെക്കണം.
അപ്പോൾ അങ്ങനെ നമ്മൾ ദമ്മിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.